ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തിട്ടുള്ള, എൻ്റെ ഇപ്പോൾ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതേതാന്ന് വെച്ചാൽ നൈക്കയുടെ ചായ് എന്നുള്ള ഷെയ്ഡാണ്. ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കുറേ നാൾ കൊണ്ട് വാങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പം ഈ ഇടയ്ക്ക് ഒരു മാസം ആയതേ ഉള്ളൂ, അല്ല ഒരു മാസത്തിൽ കൂടുതലായി ഞാനിത് വാങ്ങിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വൈസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് നെയിം വരുന്നത് ചായ് 18 എന്നാണ്. 5 ml ഓഫ് പ്രോഡക്റ്റാണ് നമുക്കിതിൽ കിട്ടുന്നത്. റേറ്റ് വരുമ്പോൾ 675 രൂപ ആണ് ഇതിൻ്റെ MRP പറയുന്നതെങ്കിലും നമുക്ക് ഈ പ്രോഡക്റ്റ് നൈക്കയിൽ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് നമ്മുടെ പല അടുത്തുള്ള സ്റ്റോഴ്സിലും ഡ്രഗ് സ്റ്റോഴ്സിലും മിക്കയിടത്തും പിന്നെന്താണ് ഈ മോൾസിലൊക്കെ പോകുമ്പം നമുക്കിത് കിട്ടും. ഞാനിതല്ലാതെ ഒരു ഇങ്ങനെ കോസ്മെറ്റിക്സിൻ്റെ ഒരു ഷോപ്പിൽ പോയപ്പോഴാണ് ഇത് വാങ്ങിയത്. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് വരുമ്പോൾ ഒരു ബ്രൗൺ പിങ്ക് ഷെയ്ഡാണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഒരു ബ്രൗൺ പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണിലുള്ളവർക്ക് മാത്രമേ ഇത് നല്ല സ്യൂട്ടബിൾ ആയിട്ട് പോകത്തുള്ളൂ. ഒരു ഫെയർ സ്കിൻ ടോണിന് കുറച്ചും കൂടെ ഒന്ന് ഫേസിൻ്റെ ഒരു ടോൺ എടുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഇത്. പക്ഷേ ഒരു ഡാർക്കർ ടോണിലോട്ട് പോകുന്തോറും ചിലപ്പോൾ വാഷ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ടോണിന് മുകളിലുള്ളവർ, ഡാർക്കായിട്ടുള്ളവർ ഇത് ചിലപ്പോൾ വാഷ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല ഷെയ്ഡാണ്, ഭയങ്കര നന്നായിട്ട് നമുക്ക് മുഖത്തിന് ഒരെടുപ്പ്. നമ്മളിപ്പം ഇതെൻ്റെ സ്കിന്നിലിപ്പം ഞാൻ ഒന്നും തന്നെ ഇട്ടിട്ടില്ല, ബെയർ സ്കിന്നാണ്. എന്നിട്ട് പോലും ഒരു ഫേസിനൊരു ഭംഗി കൊടുക്കാനായിട്ട് ഈ ഷെയ്ഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ഷെയ്ഡ് മാത്രം ഇട്ടാലും ഫേസിനൊരു എടുപ്പുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല പോലെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള രീതിയിൽ നല്ല ഗ്ലൈഡ് ചെയ്ത് ലിപ്സിൽ നല്ല ഗ്ലൈഡ് ചെയ്ത് പോകുന്നത് പോലെയാണ് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഉള്ളത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാനും ഭയങ്കര സ്മൂത്താണ്. പിന്നെ പിഗ്മെൻറ്റേഷൻ്റെ കേസ് പറയുമ്പം നമുക്ക് ചില ലിപ്സ്റ്റിക്കൊക്കെ ഒത്തിരി തവണ അപ്ലൈ ചെയ്താലേ കറക്റ്റ് ആ ഷെയ്ഡ് കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് ഒന്നോ മാക്സിമം പോയ 2 അത്രയും സ്വാച്ചസിൽ തന്നെ ഇപ്പോൾ തന്നെ നല്ല പോലെ കറക്റ്റ് പിഗ്മെൻറ്റേഷൻ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഭയങ്കര ലൈറ്റായിട്ട് മതി എങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. ഡാർക്കായിട്ട് കുറച്ച് കറക്റ്റ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിഗ്മെൻറ്റേഷൻ ലെവലിൽ കറക്റ്റ് നല്ല പിഗ്മെൻറ്റേഷനുള്ള ലിപ്സ്റ്റിക്കാണ്. ഇനി ലോഞ്ചിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു 15 hours വരെയൊക്കെ ഇത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. നമ്മൾ എണ്ണ ഉള്ള സാധനങ്ങളൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പം അല്ല എന്നുണ്ടെങ്കിൽ അത് ഉള്ളിലൊന്നും ആ എണ്ണ പറ്റുന്ന സ്ഥലങ്ങളിൽ കുറേയൊക്കെ പോവും. എന്നാലും ആ ടിൻ്റെ അവിടെ ലാസ്റ്റ് ചെയ്യും. നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടി വരും എണ്ണയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഒരു നല്ല എന്തോ കഴിക്കാനുള്ളതിൻ്റെ ആണോ മറ്റേ കേക്കിൻ്റെയൊക്കെ എന്തോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നല്ലൊരു സ്മെല്ലാണ്. പിന്നെ ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും പോകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോഞ്ചിവിറ്റി അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പം ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു 30 to 40 minutes എടുക്കും ഒന്ന് സെറ്റിൽ ഡൗൺ ആവാൻ വേണ്ടി. അതിനുശേഷം അതങ്ങനെ തന്നെ ഇരുന്നോളും. ഇപ്പം നമ്മൾ ചെയ്ത് നോക്കിയാൽ കണ്ടോ, ഒട്ടും തന്നെ ട്രാൻസ്ഫർ ആവുന്നില്ല. ട്രാൻസ്ഫർ പ്രൂഫാണ്. വെള്ളം വെച്ച് തന്നെ വെറുതെ ഇങ്ങനെ വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും അത് ഇളകി വരത്തില്ല. ഇങ്ങനെ ഇപ്പം കണ്ടോ, ഒട്ടും തന്നെ ട്രാൻസ്ഫർ ആവുന്നില്ല. ട്രാൻസ്ഫർ പ്രൂഫുമാണ്, വാട്ടർ പ്രൂഫുമാണ്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം മാത്രമേ ഈ വീഡിയോ പറയുന്നുള്ളൂ. പക്ഷെ എനിക്ക് അത്രയും ഫേവറേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ആരെങ്കിലും ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോണിൽ ഒരു നല്ല ന്യൂഡ് ഷെയ്ഡ് തപ്പുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.